പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സുബസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ദോശമാവ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫ്രിഡ്ജിൽ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഇവിടെ നമ്മുടെ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ ചട്നിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി ഉള്ളിയും വെച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അതുപോലെ ഇതാ ദോശ ചൂടാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. ഞാൻ എത്ര ലേറ്റായിട്ട് കിച്ചണിലേക്ക് വന്നാലും വേഗം എൻ്റെ കിച്ചണിലെ പരിപാടികൾ തീർത്തിട്ട് അവിടുന്ന് ഫ്രീ ആകാൻ നോക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു കൈൻ്റെ സ്പീഡിനനുസരിച്ചിട്ടുണ്ടാവും. ആദ്യം നമുക്കൊക്കെ എന്താ പറയുക, എനിക്കും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് എന്തായാലും സക്സസ് ആവുള്ളൂ. ഇതാ ഞാൻ ഒരടുപ്പത്ത് ചട്നിക്ക് വെച്ച് കൊടുത്തപ്പം ഇപ്പുറത്ത് തന്നെ ദോശേൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ചട്നി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ചട്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ നമുക്ക് അത്രയും ടൈം അവിടെ പോകും കേട്ടോ. അപ്പോൾ ഒരു ദോശ ചുടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിലേക്കുള്ള തേങ്ങ ചിരവ, അതുപോലെ ഉള്ളിയും തക്കാളി ആണെങ്കിൽ അത് അരിയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനിങ്ങിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ കുക്കിംഗ് കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും തീർക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളിതുപോലെ എന്താ പറയുക കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തായാലും ഓരോ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെയൊക്കെ വരുമല്ലോ, അത് അപ്പം തന്നെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ എന്താ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനും കുഞ്ഞാക്കയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. മക്കൾ രണ്ടുപേരും എണീറ്റിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ ഏതെങ്കിലും ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസു എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞാക്കാനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിലേക്കൊക്കെ വന്ന് ആളങ്ങനെ പോയിട്ടോ. പിന്നെ ഇതാ ഞാൻ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ വാഷിങ്ങിന് തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണിത്. കാരണം നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് വെള്ളം നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ അലക്കലും പരിപാടിയൊക്കെ അങ്ങ് തീർത്ത് വെക്കലാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെഷീൻ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ ഫസ്റ്റ് തന്നെ നമ്മുടെ അലക്കാനുള്ള പരിപാടിക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ കഴിയുമ്പോഴത്തേക്ക് അലക്കലും അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള പണിക്ക് കാത്തു നിന്നാൽ പിന്നെ അതും തീരൂല. അപ്പം ഞാൻ അലക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇതാ അതും തിളച്ച് വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയും നമ്മൾ ഒപ്പം നിന്ന് ചെയ്യേണ്ടതൊന്നുമല്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പണിക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചോറും വെന്ത് കിട്ടും. ഇന്ന് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെയാണോ യൂസ് ചെയ്യലെന്ന്. സോറി, എല്ലാവരും അല്ല കേട്ടോ, 1-2 ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഒന്നും യൂസ് ആക്കാറില്ല. ഇപ്പോൾ എൻ്റെത് 2-3 എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സാധാ ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ടാണ് ക്ലീൻ ആക്കുന്നത്. പിന്നെ മൈക്രോ ഫൈബർ വെച്ച് ചെയ്താൽ നന്നായിട്ട് തന്നെ നീറ്റായിട്ട് കിട്ടും. കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് മീൻ വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ മീനിൻ്റെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് ഞാൻ വന്നിട്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വേഗം തുടച്ചും കൂടെ എടുക്കണം. ഇന്നിപ്പോൾ ഭയങ്കര ഡീപ്പായിട്ടൊന്നും തുടച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഞാൻ സെറ്റിയും കാര്യങ്ങളൊന്നും നീക്കിയിട്ടിട്ട് തുടക്കുന്നില്ല. ഇങ്ങനെ ഞാൻ 2 ദിവസം കൂടുമ്പോൾ കേട്ടോ എല്ലാം നീക്കി വെച്ചിട്ടൊക്കെ തുടക്കുക. പിന്നെ ഞാൻ ഡെയിലി തുടക്കണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് എവിടെയാണോ വൃത്തികേടാകുന്നത് അവിടെ നമ്മൾ നീറ്റാക്കി കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ എന്താ ഉച്ചത്തേക്ക് ഞാൻ കുറച്ചൊരു പയറുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു. ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ പോയി വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങ് കളയാനും തോന്നുന്നില്ല കേട്ടോ, കാരണം നമ്മൾ വളമൊന്നും ഇടാതെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി പോലെ ആക്കി കേട്ടോ. പിന്നെ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോഴാണ് നമ്മുടെ മീൻകാരൻ വരുന്നത് കേട്ടോ. അതിന് മുന്നേ തന്നെ മക്കൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൂടെ അങ്ങ് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈവനിങ്ങിനും കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ ഒന്ന് കറി വെച്ചെടുക്കുകയാണ്. തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്.
ഇപ്പം നല്ല സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്, എന്നാലും അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ 1 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു പീസ് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വാളംപുളി ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ തക്കാളി ഒന്നും പെട്ടെന്ന് വെന്ത് കിട്ടൂല. ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങയും കൂടി ചെറുവെടുക്കുന്നുണ്ട്. നെത്തളി മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാത്രി ഇവിടെ കടിയാണല്ലോ, അതിലേക്കും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് തേങ്ങ അരച്ച് വെക്കുന്നത്. അങ്ങനെ ആ തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് വന്നപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ഈ മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മീനൊന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വറവിട്ടും കൂടെ എടുക്കണം. ഞാനിപ്പോൾ ചെറിയുള്ളിയും ഉലുവയും കറിവേപ്പിലയും ഇട്ടിട്ടാണ് കേട്ടോ വറവിട്ട് കൊടുത്തിട്ടുള്ളത്. വറവിട്ട വാടന്നെ ഇളക്കാതെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.